നമ്മളെ മാത്രമല്ല ഇന്ന് ഏറ്റവും തെരഞ്ഞെടുപ്പില്ലാതെ സെലക്ട് ചെയ്ത ജോയിന്റ് സെക്രട്ടറി എന്ന പദവി ആദ്യമായിട്ട് ഒരു വനിതയ്ക്ക് ലഭിച്ചെങ്കിൽ അത് അനുസരിക്കാം. എല്ലാവരും നമ്മൾ ആശംസിച്ചുകൊണ്ട് തന്നെ ഈ ഞങ്ങളുടെ സ്വപ്ന സാഫല്യമായ ഈ കേവ് കോട്ടേജിന്റെ കർമ്മ നിർവഹിക്കാൻ സിനിമാതാരം അൻസിബിയെ ഏറെ സ്നേഹവും മാതൃകയും സ്വാഗതം. നമസ്കാരം. നമ്മുടെ സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റിന്റെ രണ്ടാമത്തെ കോട്ടേജിന്റെ ഉദ്ഘാടനം ഇന്ന് ഏറ്റവും പ്രശസ്തയായിട്ടുള്ള, മാത്രമല്ല അമ്മ എന്നുള്ള സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയിട്ടുള്ള അൻസിബ നിർവഹിച്ചു. ഇന്ന് വളരെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും തന്നെ. അൻസിബ, എന്ത് തോന്നുന്നു നമ്മുടെ ഈ ഒരു കോട്ടേജ്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് ഇനോഗ്രൽ ഫംഗ്ഷൻ. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ കേരളത്തിന്റെ സ്വർഗം എന്ന് പറയുന്ന ഒരു നാടാണ് വയനാട്. വയനാട്ടിൽ തന്നെ ഇത്രയും മനോഹരമായിട്ടുള്ള ഫോറസ്റ്റ് കേവ് ഉണ്ടാക്കുന്നത് ഭയങ്കര രസമുള്ള കാര്യമാണ്. ഇവിടെ സ്റ്റേ ചെയ്യുന്നതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പൂളുണ്ട്, ഒരു പ്രൈവറ്റ് കോട്ടേജ് ആണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഫാമിലിക്കെല്ലാം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. നല്ല രസമുണ്ട്. എന്തായാലും ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓക്കെ, അപ്പൊ ഇവിടെ ഞങ്ങൾ പേര് ചെയ്യുന്നത് നമുക്ക് പറയാൻ ചന്ദനത്തോപ്പുകളിലാണ്. കണക്ട് ചെയ്യുന്നത് എന്താണ്? ഇത് ഫോറസ്റ്റ് കേവ് ഉള്ളത് ഈ ഒരു ചന്ദനത്തോപ്പുകൾക്കിടയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇതില് ഒരു 5 സെന്റ് ലാൻഡും ഇത്തരത്തിലുള്ള കോട്ടേജ്, അതിന് ചുറ്റിലും 16 ചന്ദനമരം. ഒരു ആഫ്റ്റർ 2 to 3 years കഴിയുന്നതൊക്കെ വലുതായിട്ട് ഇത് ഈ ചന്ദനമരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധങ്ങളുള്ള സസ്യം. അപ്പൊ ഇവിടെ താമസിക്കുമ്പോ കണ്ടല്ലോ പ്രൈവറ്റ് പൂളുണ്ട്, അതോടൊപ്പം തന്നെ ഈ ചന്ദനമരത്തിലുള്ള ഓക്സിജൻ. അപ്പൊ ഇത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള പ്രദേശം. അപ്പോ നമ്മുടെ പ്രായം കാലത്ത് സൂക്ഷിക്കാൻ, അതോടൊപ്പം തന്നെ ഒരുപാട് അസുഖങ്ങളിൽ നമുക്ക് ഒരു റിലീഫ് കിട്ടുന്ന ഒന്നും കൂടിയിട്ടാണ് ഈ കേവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ആവാൻ പറ്റും, നമുക്ക് മാനസികമായിട്ടുള്ളൊരു സന്തോഷവും. ഇതിന്റെ 3 കാര്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം. 1 ഹെൽത്ത്, 2 വെൽത്ത്, 3 ലെഗസി. അത് പാരമ്പര്യമായിട്ട് കൈമാറാൻ പറ്റും, ആരോഗ്യമുണ്ട്, അതോടൊപ്പം ഇതിലൂടെ സമ്പന്നനാകാനുള്ള അവസരം കിട്ടും. കാരണം ഇത് ഞങ്ങൾ മാസം ഒരു ദിവസം വാടകയുടെ 20,000 രൂപയ്ക്കാണ്. അപ്പൊ ഒരു മാസം 6 ലക്ഷം രൂപ റിട്ടേൺ കിട്ടുന്നു. അപ്പൊ ഇതിപ്പോ കണ്ടിട്ടുള്ളത് 13 പാർട്ട്നേഴ്സ് ഉള്ള കോട്ടേജ് ഉദ്ഘാടനം അനുസരിച്ച് നിർവഹിച്ചു. അപ്പോ ആ 13 പേരെ ജീവിതത്തിൽ നാളെ അവരുടെ ലൈഫിൽ, റിട്ടയർമെന്റ് ലൈഫിൽ എൻജോയ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു വെൽത്ത് കൂടി. അതോടൊപ്പം അത് കഴിയുമ്പോൾ അവരുടെ മക്കൾക്ക് മറ്റുള്ള പാരമ്പര്യം മനുഷ്യ കൈമാറാൻ പറ്റും. അപ്പൊ എന്താ ഹെൽത്തായി, വെൽത്തായി, ലെഗസി, ഇത് 3 ഒരുമിച്ച്. ഓക്കെ, ഇത് ചെയർമാൻ ഇതിനു മുമ്പ് ഇതുപോലുള്ള ഞാൻ റിസോർട്ട് പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ഫോറസ്റ്റ് കേവ് ഒരു കോൺസെപ്റ്റിൽ ഞാൻ ഫസ്റ്റ് ടൈം വരുന്നത്. ചന്ദനക്കാട്ടിൽ താമസിക്കുന്നല്ലോ 3-4 വർഷം കഴിഞ്ഞിട്ട് നമ്മള് ഫ്ലൈറ്റിലാൻഡ് കാടിന്റെ അകത്തേക്ക് വരും. കാടിന്റെ ഫാസ്റ്റ് ആയിട്ട് വളരെ ചന്ദനം മാത്രം കോട്ടേജ് ഇല്ല, അതൊക്കെ വലുത് 8 അടി 10 അടി ഹൈറ്റും. പുറമേ അതിലേക്ക് കയറിയ മീനുകളും ഫോൾസും അത്യാവശ്യം ദൃശ്യമുള്ള എല്ലാ ഫെസിലിറ്റി കാര്യങ്ങളും അറേഞ്ച് ഫാമിലി താമസിക്കാവുന്ന രീതിയിൽ ഒരു മാസ്റ്റർ സ്പേസ് പിന്നെ വേണ്ടതായിട്ടുള്ള ചെറിയ കിച്ചുണ്ട്. എല്ലാ സമയങ്ങളും ഇതിന്റെ അകത്ത് നമുക്ക് വളർത്താനുള്ള ലൈസൻസ് ഉണ്ട്. ചന്ദനം കുറച്ച് വർഷം വരെ നമുക്ക് നടാനും അവകാശവാദിക്കാരനും ഇപ്പൊ ഗവൺമെന്റ് നാഷണൽ ഡിമാൻഡ് വേറെ വളരെ കൊണ്ടുവരും. ഒരുപാട് ആവശ്യം പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അപ്പൊ അത് മനസ്സിലാക്കി ഗവൺമെന്റ് തന്നെ ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് ഒരുപാട് ചന്ദനമാണ് ചെയ്യാം. മുറിക്കാനും വിൽപ്പന നടത്താനുള്ള അധികാരം അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ്.
അപ്പൊ ഇതുകൊണ്ട് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല് വാങ്ങുന്നവർക്ക് ലോങ് ടൈമിൽ 10 കൊല്ലം കഴിഞ്ഞാൽ ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ഈ കൾട്ടിവേഷൻ അതോടൊപ്പം തന്നെ റെന്റ് ചെയ്ത് നല്ല എമൗണ്ട് ഇപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഒരു ഇവിടത്തെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ വാങ്ങുന്ന കസ്റ്റമർ അവർ ഹാപ്പിയാണ്. അതോടൊപ്പം തന്നെ ഇത് വിൽക്കുന്ന സെല്ലേഴ്സ് ഇവർക്ക് പിന്നെ ഞങ്ങൾ ഒരു ഹൈ ബെറ്റ് അതുകൊണ്ട് ഞങ്ങൾ കമ്പനി അപ്പൊ അതായത് 3 സെക്ടറിലും ഒരേപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് അതിനേക്കാൾ ഉപരി അനുസരിച്ച് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് റിയൽ എസ്റ്റേറ്റ് മേഖല ഇന്ന് ഏറ്റവും കൂടുതൽ ലേഡീസ് വിജയിച്ചു വരുന്ന ഒരു കമ്പനി കൂടിയാണ് ഞങ്ങളെ ജസ്പേഡ്. കാരണം വനിതകളെ മുൻനിരയിലേക്ക് എത്തിക്കാൻ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കേരള ഗവൺമെന്റ് 5 അവാർഡ് ഞങ്ങളുടെ ലേഡീസിനെ. അതിൽ വലിയ ഹൈലൈറ്റ് വരുന്നത് ഓണത്തിന് 4-ാം തീയതി ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് 5 ലേഡീസ് പ്രീമിയം കാർ വിൻ ചെയ്യാം. അതായത് ഒരു ഓഡി Q7, ഒരു ഓഡി A6, ഒരു 2 BMW, പിന്നെ ഒരു 5 പ്രീമിയം വണ്ടികൾ വാങ്ങിക്കുന്നത് വിൻ ചെയ്യുന്നതും ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റിലൂടെ വനിതകളാണ്. അപ്പൊ പറഞ്ഞു വന്നത് അതായത് പണമുള്ളവർക്ക് വാങ്ങിയിട്ട് ഇൻട്രസ്റ്റ് ആണ്. പണം ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം പ്രവർത്തിച്ചുകൊണ്ട് ഇതിലൂടെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതായത് 2 to 5 ഇയറോളം സാധാരണ രീതിയെ സംബന്ധിച്ചാൽ കരിയർ ചെയ്യാൻ പറ്റും ഇതിൽ കൂടെ പ്രവർത്തിച്ചുകൊണ്ട്. എല്ലാവിധ ആശംസകളും നേരാണ്. ഈ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ അതോ കോമൺ അമ്യൂണിറ്റീസ് എന്തെങ്കിലും? കുറച്ച് സ്ഥലം കൂടി പോകട്ടെ. ഈ കാണുന്ന കേവ് നമുക്ക് പ്രൈവറ്റ് പൂളും വാട്ടർ ഫോൾസും ഫെസിലിറ്റിയിലുള്ള ഈ റൂമും അത് കൂടാതെ ഈ മോഡൽ 16 ചന്ദന മരങ്ങളും കൂടി ഉണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് വരുമാനം കിട്ടാനായിട്ട് ഇതിന്റെ ഒരു ടൂറിസം ഇൻകം എന്നുള്ള രീതിയിൽ ഇതിന്റെ റെന്റ് കിട്ടും. ഇമ്മീഡിയറ്റ് ഇൻകം 1 ഇയർ റെന്റ് ഇൻകം സ്റ്റാർട്ട്. ഇത് കഴിഞ്ഞൊരു 10 to 15 ഇയേഴ്സിനുള്ളിൽ നമുക്ക് ഇതിനുള്ളിൽ 16 ചന്ദന മരങ്ങളും 30 കൂടെ 4 കൂടി അതിന് മുകളിലുള്ള എമൗണ്ട് കിട്ടാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടി. ഇതിന് പുറമെ നമുക്ക് ഇപ്പൊ ഈ കാണുന്ന സ്വിമ്മിംഗ് പൂൾ ഫാമിലി പൂളാണ്. ഇതിന് പുറത്ത് വലിയൊരു പൂളുണ്ട്. എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള വലിയ പൂളുണ്ട്. അതുകൂടാതെ ഒരു പാർട്ടി ഹോളുണ്ട്. ഇതേ പാറ്റേണിൽ തന്നെ ഡിസൈനിൽ കേവ് മോഡലിൽ തന്നെയുള്ള ഇരിക്കാവുന്ന രീതിയിലുള്ള ഓഡിറ്റോറിയം ഉണ്ട്. ഡെസ്റ്റിനേഷൻ വെഡിങ്, ഇന്റർനാഷണൽ കോൺഫറൻസുകൾ, അങ്ങനെയുള്ള കോർപ്പറേറ്റ് ട്രെയിനിങ് പ്രോഗ്രാം ഇത് കൊണ്ടുവരാനായിട്ടുള്ള വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട്. അതിന് മറ്റു ഫെസിലിറ്റി കൊടുക്കാനായിട്ടുള്ള റെസ്റ്റോറന്റ് ഉണ്ട്. അതൊക്കെ ഏകദേശം എപ്പോഴത്തേക്കും റെഡി ആവും? ഏകദേശം 1 ഇയറോട് കൂടിയിട്ട് ഏകദേശം 1.5 വർഷം കൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 31 കോട്ടേജ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട്. പിന്നെ അത് കൂടാതെ കുട്ടികൾക്ക് ഫണ്ടിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു മിനി സൂ ചെയ്യുന്നുണ്ട്. പിന്നെ DJ ഹാൾ ഉണ്ട്, റെയിൻ ഡാൻസ് ഉണ്ട്, ക്യാമ്പ് ഫയർ ഏരിയ ഉണ്ട്, ഓപ്പൺ സ്റ്റേജ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, പിന്നെ ട്രീ ഹൗസുകൾ, ഏർവാടകളുണ്ട്. ഇങ്ങോട്ട് വന്നു 2-3 ഡേയ്സ് നമുക്ക് ഫാമിലിക്ക് നല്ലൊരു ഫാമിലിക്കും അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്കൊക്കെ നല്ല രീതിയിൽ വരുന്നതിനുള്ളിൽ തന്നെ എല്ലാവർക്കും നന്മ. Okay, thank you.